നമ്മുടെ മൂന്നാർ പോയി അന്നത്തെ വീഡിയോ തന്നെയാണിത്. ഇത് കുറേ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഞാൻ കളയാതെ ഇടണമല്ലോ. അപ്പോൾ ഇത് അവിടെ വെച്ച് കണ്ടൊരു ചെടിയാണ്, നല്ല രസമല്ലേ മഞ്ഞപ്പൂ. ഇത് കാടാണോ ചെടിയാണോ, പക്ഷെ കുറേ നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഞാനാണെങ്കിൽ അതെല്ലാം ഇങ്ങനെ ആക്രാന്തത്തോടെ വലിച്ച് വലിച്ച് പറിച്ചെടുക്കുകയായിരുന്നു. പിന്നെ തിരിച്ച് കൊണ്ടുവരാൻ ഒരു കവർ പോലും ഇല്ലായിരുന്നു. അവിടെ സൈഡിൽ നോക്കിയപ്പോൾ ഒരു കവർ കിടപ്പുണ്ടായിരുന്നു, അതും എടുത്ത് കവറിലിട്ട് പോക്കറ്റിലാക്കി ഇങ്ങനെ വരികയാണ്. നമ്മൾ മറയൂർ ഇറങ്ങിയിട്ട് വ്യൂ പോയിൻ്റ് തേടി പോവാണിത്. ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അന്ന് വീട്ടുകാരുമായിട്ട് പോയപ്പോൾ ഈ സൈഡിലത്തെ ഈ ഒരു വെള്ളച്ചാട്ടമൊന്നും ഞാൻ കണ്ടില്ല. ഡാമിൻ്റെ മറു സൈഡാണ്. ഡാമിലാണെങ്കിൽ ഇത്രയും വെള്ളമുണ്ട്. ഞങ്ങൾ പോയപ്പോൾ നൈറ്റ് ആയിരുന്നു, നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലോക്ക് എന്നൊക്കെ വെച്ചാൽ നല്ല ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. അങ്ങനെ കയറി പോകുമ്പോഴാണ് ആനയെ കണ്ടത്. കുറേ ആന അവിടെ ഉണ്ടായിരുന്നേ. എനിക്കൊന്ന് ആന ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. അതിലൊരു ആന അവിടെ കിടപ്പുണ്ടായിരുന്നു, ബാക്കി ആനകളൊക്കെ അതിൻ്റെ ചുറ്റും നിൽപ്പുണ്ടായിരുന്നു. ആ കയറ്റം കയറി അങ്ങോട്ട് ചെന്നപ്പോൾ ചായ കുടിക്കാൻ തോന്നി. പിന്നെ അവിടുന്ന് ഒരു കട്ടൻ ചായ കുടിച്ചു. കട്ടൻ ചായ മസ്റ്റാണ്, പോകുന്ന വഴിക്കൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ കട്ടൻ ചായ, മുറുക്ക് ഞാൻ പറഞ്ഞല്ലോ, മുറുക്ക് മസ്റ്റാണ്. വേറെ നമുക്ക് വിശപ്പൊന്നും അങ്ങനെ അധികം വരില്ല, തണുപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു. വിശപ്പൊന്നും നമുക്കങ്ങനെ അധികം വരില്ല. അങ്ങനെ നമ്മൾ കയറ്റുമ്പോൾ കയറി പോകുമ്പോൾ കുറേ പട്ടികളെ കാണും. പിന്നെ 40 രൂപയാണ് ടിക്കറ്റ്, മറ്റേ വ്യൂ പോയിൻറ്റിൻ്റെ അവിടുന്ന് കാണാനുള്ള ടിക്കറ്റ്. അവിടുന്ന് ടിക്കറ്റും എടുത്തിട്ട് ഇനി നമ്മൾ നല്ലൊരു ഇറങ്ങുകയാണ്. ശ്രദ്ധിച്ചിറങ്ങണം, അല്ലെങ്കിൽ താഴോട്ടല്ല, വഴുതി വീഴാൻ ചാൻസ് ഉണ്ട്. കുഞ്ഞുമക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ ഇറങ്ങിപ്പോയി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് താഴോട്ടൊക്കെ നോക്കാൻ എന്ത് രസമായിരുന്നു. ഇവിടുന്നും താഴോട്ട് പോകാൻ പറ്റും, പക്ഷെ അത് എങ്ങനെയാണ് ഇറങ്ങേണ്ടതെന്ന് വഴി കുറേ നോക്കി, എങ്ങനെയൊക്കെ നോക്കിയിട്ടും ആ വഴി കാണുന്നില്ല. ഒരു പകുതിക്ക് വെച്ചിട്ട് നിൽക്കുകയാണ്. ഈ ജീസസ് എന്നൊക്കെ എഴുതിയ ഈ ഒരു കുരിശടിയാണോ, എന്തോ അങ്ങനെ ഒരു സംഭവം. ഇത് ഞാൻ എന്താ പറഞ്ഞു ചോദിച്ചാൽ, സൺസ്ക്രീൻ ഇടണം, അല്ലെങ്കിൽ വെയിൽ കൊണ്ട് നമ്മൾ ചത്ത് കുരഞ്ഞു പോകുന്നതാണ്. പക്ഷെ ഞാൻ ഇന്നേ വരെ സൺസ്ക്രീൻ ഇട്ടിട്ടില്ല. ഇനി ഇടണമെന്നൊക്കെ ഉണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അവിടുന്ന് പിന്നെ ഇറങ്ങി തിരിച്ച് കയറ്റം കയറി വന്നു കഴിഞ്ഞപ്പം കഴിച്ച ഒരു സാധനമാണ് കൈതച്ചക്ക. ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. എൻ്റെ നാക്കൊക്കെ ചൊറിഞ്ഞ് ഒരുമാതിരി തടിച്ച അവസ്ഥയായിരുന്നു. പിന്നീട് കഴിച്ച ഒരു സാധനത്തിനും എനിക്ക് ടേസ്റ്റ് തോന്നിയില്ല. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ ലൈഫിൽ ഒരു ബോറായിട്ടുള്ള ഡിസിഷൻ എടുത്ത പോലെ എനിക്ക് തോന്നി. അപ്പം ചില നല്ല രീതിയിൽ കഴിക്കാനായിട്ട് മേടിച്ചാണ്. പിന്നെ അവിടുന്ന് വന്നിട്ട് ഈ സൈഡുണ്ടല്ലോ, എൻ്റെ ദൈവമേ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അത്രയും രസമായിരുന്നു കേട്ടോ. എനിക്ക് അത് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. ഈ കടയിൽ ഈ സൈഡിൽ ഇരുന്നിട്ട് ഒരു ചായ കുടിക്കുമ്പോൾ നമ്മൾ പുറമോട്ട് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ടല്ലോ. ആ ചേട്ടൻ എന്തോ തമിഴ്നാട് സൈഡാണിത്. ആ ചേട്ടൻ എന്തോ സ്ഥലപ്പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. പിന്നെ ഒരു മാഗിയും മേടിച്ചു. അവിടെ നിന്ന് ഇൻസ്റ്റയിലെടുത്ത് ഇടാനായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്ത് രസമായിരുന്നു പറയും. എനിക്ക് ഇനി എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ അവിടെ തന്നെ പോയി ചായ കുടിക്കണം, അത്രയും രസമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയ ഞാൻ വാങ്ങിയതല്ല, ഞാൻ പറിച്ച ചെടി ഇങ്ങനെ എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഇങ്ങനെ സൈഡിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി വന്നു. തിരിച്ചു വന്നപ്പോൾ ആനേനെ കണ്ടു.